പല പാർട്ടിയിൽ നിന്നും നേതാക്കൾ ബി.ജെ.പിയിലേക്ക് കുത്തൊഴുക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ കൊണ്ട് നിരവധി നേതാക്കളാണ് ബി.ജെ.പിയുടെ ഭാഗമായിരിക്കുന്നത്. ഇപ്പോൾ സമത്വ മക്കൾ കക്ഷി നേതാവും നടനുമായ ശരത് കുമാർ എൻ.ഡി.എ സഖ്യത്തിൽ ചേർന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. DMK-യുടെ മുൻ രാജ്യസഭാംഗമായ അദ്ദേഹം ബി.ജെ.പിയുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ശരത് കുമാർ 1998 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK ടിക്കറ്റിൽ തിരുനെൽവേലിയിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. തുടർന്നാണ് 2001 രാജ്യസഭാ അംഗമായത്. അതിനാൽ ബി.ജെ.പിയോട് മത്സരിക്കാൻ തിരുനെൽവേലി സീറ്റാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷൻ കെ അണ്ണാമലയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. DMK-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 2006 പാർട്ടി വിട്ട് ഭാര്യ രാധികയ്ക്കൊപ്പം അണ്ണാ DMK-യിൽ ചേർന്നിരുന്നു. പിന്നീട് പാർട്ടിയിൽ നിന്നും രാധിക പുറത്തുപോയതോടെ 2007 സമത്വ മക്കൾ കക്ഷി എന്ന പാർട്ടി രൂപീകരിച്ചു. 2011 തെങ്കാശിയിൽ നിന്ന് നിയമസഭാംഗമായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമൽഹാസന്റെ മക്കൾ നീതിമയം പാർട്ടിക്കൊപ്പം മത്സരിച്ചെങ്കിലും വിജയിക്കാൻ പാർട്ടിക്കായില്ല. അതേസമയം കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ മുൻ MLA-മാരും ഒരു മുൻ MP-യും ഉൾപ്പെടെ 14 നേതാക്കൾ ബി.ജെ.പിയിൽ ചേർന്നിരുന്നു. തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷൻ കെ അണ്ണാമലൈ, കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ, എൽ മുരുകൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നേതാക്കൾ ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ചത്. ബി.ജെ.പിയിൽ ചേർന്ന നേതാക്കളിൽ ഭൂരിഭാഗവും മുൻ സഖ്യകക്ഷിയായ AIADMK-യിൽ നിന്നുള്ളവരാണ്. തുടർച്ചയായി 3ാം തവണയും മോദി അധികാരത്തിൽ വരുമെന്നും നേതാക്കളുടെ വരവ് ബി.ജെ.പിക്ക് അനുഭവ സമ്പത്ത് നൽകുമെന്നും ബി.ജെ.പി അധ്യക്ഷൻ അണ്ണാമലൈ പറഞ്ഞിരുന്നു. ബി.ജെ.പിക്ക് പരമ്പരാഗതമായി വലിയ ശക്തിയില്ലാത്ത തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനത്ത് മോദിയുടെ ജനപ്രീതിയാണ് നേതാക്കളുടെ ഈ വരവിന് പിന്നിലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 370 സീറ്റുകൾ നേടുമെന്നും NDA 400 കടക്കുമെന്നും മോദി തന്നെ പ്രവചിച്ചിട്ടുണ്ട്. ഈ പുതിയ സീറ്റിൽ പലരും തമിഴ്നാട്ടിൽ നിന്നായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാത പിന്തുടരാനാണ് മറ്റു നേതാക്കളും ആഗ്രഹിക്കുന്നതെന്നത് ഇതിൽ നിന്നും വ്യക്തമാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.